പാർട്ടിക്കേറ്റ ഒരു പരാജയം ഉണ്ടല്ലോ, അതിനെ ഒന്ന് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എങ്ങനെയാണ് സഖാവ് വിലയിരുത്തുന്നത്? എങ്ങനെയാ പാർട്ടിക്ക് ഏറ്റിട്ടുള്ള പരാജയം സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷി പരാജയപ്പെടുമ്പോൾ അതിനുള്ള കാരണം ആ ഭരണത്തിലുള്ള പോരായ്ക, ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിലുള്ള വീഴ്ച, അതൊക്കെയാണ്. ഇത് അത്തരത്തിലുള്ളൊരു പരാതി ഈ ഗവൺമെൻറ്റിനെ പറ്റി പറയാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കേരളത്തിലുള്ള ജനങ്ങളുടെ ആവശ്യം മുഴുവനും അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിമിതി, പ്രത്യേകിച്ച് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഏതാണ്ട് ഈ സംസ്ഥാന ഗവൺമെൻറ്റിനോട് യുദ്ധം പ്രഖ്യാപിച്ച മട്ടിലാണ്. എല്ലാ രംഗത്തും അവഗണനയാണ്. ന്യായമായിട്ടും ഭരണഘടനയ്ക്ക് വിധേയമായിട്ട് എടുത്തിട്ടുള്ള തീരുമാനപ്രകാരവും അനുവദിക്കേണ്ടുന്ന സംഖ്യ പോലും കൊടുക്കാതെ അവിടെ പിടിച്ചു വച്ചിരിക്കുകയാണ്. ഇതാണ് കേന്ദ്രത്തിൻ്റെ സമീപനം. അത്തരം ഒരു സാഹചര്യത്തിലും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ വീഴ്ച പറ്റാതെ നല്ല രീതിയിൽ ആ പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് പൊതുവിൽ കേരളത്തിൻ്റെ വികസനത്തിന് ഒരു കാലത്തും ഇല്ലാത്ത രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ള ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. പിന്നെ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതാണ്. അത് ആഴത്തിൽ പരിശോധിക്കണം. അത് നിസ്സാരപ്പെട്ട ഒരാൾ അങ്ങനെ പറഞ്ഞു അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ന ആൾ, അതല്ല. അതൊക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പാലക്കാട് മോശപ്പെട്ട വിജയമല്ല, നല്ല വിജയമാണ്. അതുപോലെ തിരുവനന്തപുരത്തും ആ രീതിയാണ്. തൃശ്ശൂരിലും മെച്ചപ്പെട്ട വിജയം ഉണ്ടായിട്ടുണ്ട്. അത്ര ഇവരെപ്പോലെ ഈ ജില്ലകളെപ്പോലെ മുന്നേറാൻ കണ്ണൂരിട്ട് കടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിടിച്ചു നിന്ന് കണ്ണൂർ. ബാക്കിയുള്ളിടത്താണ് ദയനീയമായിട്ടുള്ള പരാജയം. അപ്പോൾ കേരളത്തിൽ ആകെ ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സ്ഥിതി വന്നിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഇത് കാണണം. അതുണ്ടായില്ല. അപ്പോൾ എന്താണ് എന്നുള്ളത് ഓരോ പ്രദേശത്തുമുള്ള പ്രത്യേകതകൾ മനസ്സിലാക്കി അതിൻ്റെ വീഴ്ചയുടെ അല്ലെങ്കിൽ പരാജയത്തിൻ്റെ കാരണം കണ്ടെത്താനാണ്. ഈ നേതാക്കളുടെ പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അത് എന്താ വോട്ടർമാരെ പാർട്ടിക്കാരെ ബാധിക്കും? അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും അധികം ബാധിക്കേണ്ട ജില്ലയല്ലേ പിന്നെ കണ്ണൂർ. നേതാക്കളുടെ പെരുമാറ്റമല്ലല്ലോ, അവിടെ പാർട്ടിക്കകത്തുള്ള ചില പ്രശ്നങ്ങളുണ്ടായി. പയ്യന്നൂർ, തളിപ്പറമ്പോ അതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ ആ നേതാക്കന്മാരില്ല. തൃശ്ശൂരിൻ്റെ നേതാക്കന്മാർ, പിന്നെ അവിടെ പാലക്കാട്, അതുപോലെ തന്നെ തിരുവനന്തപുരം, അതൊക്കെ ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ കേരളം ആകെ ബാധിക്കണ്ടേ? അവർ കേരളത്തിൻ്റെ ആകെ നേതാക്കന്മാരല്ലേ? അത് അല്ല. പിന്നെ അവരെ സംബന്ധിച്ച് ഈ പറയുന്നത് ചിലർ ചിരിച്ചുകൊണ്ട് തന്നെ വൈകുന്നേരം തൊട്ട് രാവിലെ വരെ നടക്കും. അങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളല്ല പിണറായി വിജയൻ. അയാൾ ജനിക്കേണ്ടടുത്ത് ജനിക്കും, അതല്ലാതെ എല്ലാ സമയത്തും ജനിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അപ്പം അത് ഒന്നുമല്ല. അങ്ങനെയുള്ള ഇതുകൊണ്ട് 1-2 ആളുകളെ അല്ലെങ്കിൽ 10 ആളുകളെ ബാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കേരളത്തിലുള്ള പരാജയത്തിൻ്റെ സ്ഥിതിയിലേക്ക് എത്തിയില്ലല്ലോ. അതല്ല. ഈ കണ്ണൂര്, തളിപ്പറമ്പ് ആ ഭാഗങ്ങളിലൊക്കെ പാർട്ടിക്ക് കനത്ത പരാജയം. അപ്പൊ അത് സ്ഥാനാർത്ഥിത്വം കൊണ്ടാണോ? സ്ഥാനാർത്ഥി നിർണയത്തിൽ പശുക പറ്റിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കും. അതാണ് അത്. പിന്നെ ഒന്നാമത് ഈ ആളുകൾ കാണുന്നത് അവരെ പോളിറ്റ് ബ്യൂറോ മെമ്പർ, അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി, ഭാര്യ മന്ത്രി, ആ രീതിയിൽ കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് ആ സ്ഥാനാർത്ഥിത്വം. അത് അവിടെ പറ്റിയില്ല. അതിനെ സംബന്ധിച്ചിടത്തോളം വിമർശനം വന്ന സമയത്ത് ഒഴിവാക്കേണ്ടതായിരുന്നു. അതുണ്ടായില്ല എന്നുള്ള ശരി. പി കെ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം
പി കെ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം വേണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണോ? ശശിൻ്റെ പി കെ ശ്യാമളയുടെ അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പോ മന്ത്രിമാരടക്കം പരാജയപ്പെട്ടു. ആ ഒരു അവസ്ഥ അത്രയും അല്ല, മന്ത്രിമാരടക്കം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ രാജീവ് ഒരു മന്ത്രിയാണ്. എന്താണ് അയാളെ സംബന്ധിച്ച് പറയാനുള്ളത്? അയാളുടെ ഈ 5 കൊല്ലത്തെ ഭരണത്തിൽ വ്യവസായ മേഖലയിൽ വന്നിട്ട വളർച്ച നിസ്സാരപ്പെട്ടതാണ്. അതിന് കഠിനാധ്വാനം ചെയ്തിട്ടുള്ള ഒരാളല്ല. പിന്നെ എന്തെങ്കിലും അയാളെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു കുറ്റം ആർക്കെങ്കിലും പറയാനുണ്ടോ? നന്നായിട്ട് തോറ്റു. അതുമാത്രമല്ല, ആ മണ്ഡലത്തിൽ ജില്ലയിൽ ഒരു സീറ്റ് പോലും. അപ്പം അത് എന്താണ് അതിനെ ഇടവരുത്തിയത് എന്നുള്ളത് ഗൗരവമായിട്ട് പരിശോധിക്കും. സംസ്ഥാനത്ത് ഒക്കെ അല്ല, നേതാക്കൾക്ക് എന്ന് പറഞ്ഞാൽ പാർട്ടി, ഞാനിപ്പോൾ സജീവമായിട്ട് ഇല്ല, എന്നാലും കമ്മിറ്റികളിലൊക്കെ പോകാറുണ്ട്. അവിടെ കമ്മിറ്റികളിൽ ഈ ഭരണം നടക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വിമർശനം ആ രീതിയിൽ വന്നതാണ് ഞാൻ ഓർക്കുന്നത്. പോരായ്മ ചൂണ്ടിക്കാണിക്കാറില്ല. അവിടെ പാലം വേണം, ഇവിടെ റോഡ് വേണം എന്നൊക്കെ പറയാറുണ്ട് എന്നുള്ളതല്ലാതെ അത് അവഗണിച്ചു എന്നുള്ള രീതിയിൽ ഒരു ആക്ഷേപം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതാണ് വികസന രംഗത്തുള്ളത്. പിന്നെ പാവപ്പെട്ട ആളുകളെ പ്രത്യേകമായിട്ട് ഗവൺമെൻറ് പരമാവധി പരിഗണിച്ചു എന്നുള്ളതാണ് എൻ്റെ ഇത്. മുഴുവനും അവരുടെ പ്രശ്നം ഒറ്റയടിക്ക് തീർക്കാൻ കഴിയുന്നതല്ല. എന്നാലും അതുപോലെ ഇപ്പോൾ വയനാട് ദുരന്തം പോലുള്ള സംഭവത്തിൽ ഗവൺമെൻറ് വളരെ ഫലപ്രദമായിട്ട് ഇടപെട്ടു. അവിടെ തന്നെ നിങ്ങൾ ഇത് കാണുന്നില്ലേ, 100 വീട് കെട്ടിത്തരാം, മറ്റേത് കെട്ടിത്തരാം എന്ന് പറഞ്ഞിട്ട് കാശും പിടിച്ചുകൊണ്ട് പോക്കറ്റിലിട്ട് പോയവർ ഇവിടെ ഇല്ലേ? അവിടെയാണല്ലോ ജയിച്ചത്. അത് എന്തുകൊണ്ട് സംഭവിച്ചു? പിണറായി വിജയൻ ഇന്നത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് പിണറായി വിജയൻ വരാനുള്ള സാധ്യത ഉണ്ട്. അതിലെന്താ? അതോ പുതിയൊരു തലമുറ മാറ്റം ആവശ്യം? തലമുറ മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കള് മരുമക്കള് നോക്കിയിട്ട് വീതിച്ചു കൊടുക്കുന്ന ഏർപ്പാടല്ല. ആ മേഖലയിലുള്ള ആള് അതിന് പിന്നെ അയാൾ ചെയ്യേണ്ടുന്ന ചില ഉത്തരവാദിത്തമുണ്ട്. അത് നിർവഹിക്കാൻ പ്രാപ്തിയുള്ള ആൾ വേണം. അതാണ് അത്. അയാൾ കഴിഞ്ഞ പ്രാവശ്യം അയാളായിരുന്നു, പ്രാവശ്യം അയാൾ ആ രീതിയിൽ അതിനെ കാണുന്നത് ശരിയല്ല. അപ്പൊ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാൻ എന്തുകൊണ്ടും യോഗ്യനാണെന്നാണ്. യോഗ്യത ആ കൂട്ടത്തിൽ ഏറ്റവും യോഗ്യതയുള്ള ആൾ അയാൾ തന്നെയാണ്.